സയൻസ് വിഷയം ഹയർ സെക്കൻഡറിയിൽ പ്രത്യേകിച്ച് ബയോളജി എടുത്താൽ എല്ലാ മേഖലയിലേക്കും പറ്റും എന്നുള്ള ഒരു ധാരണയുണ്ട്. ശരിയാണോ? നമ്മൾ മറ്റൊരു കാര്യം ചിന്തിച്ചു നോക്കിയാലോ? ഹയർ സെക്കൻഡറിയിലേക്ക് ബയോളജി സയൻസ് എടുത്താൽ മാത്രം കിട്ടുന്ന മേഖലകൾ ഏതൊക്കെ? രണ്ടെണ്ണമല്ലേ ഉള്ളൂ. ഒന്ന്, മെഡിസിൻ മേഖല. മെഡിസിൻ മേഖലയിലേക്ക് നീറ്റ് എക്സാം മറ്റും എഴുതിയിട്ട് എത്താവുന്ന MBBS അടങ്ങുന്ന, യുനാനി അടങ്ങുന്ന, സിദ്ധ അടങ്ങുന്ന ആ മേഖലകളിലേക്ക് സയൻസ് എടുത്തേ പറ്റൂ. മറ്റൊന്ന് എഞ്ചിനീയറിംഗ്. ഏത് എഞ്ചിനീയറിംഗ്? JEE-യിലൂടെയോ കീമിലൂടെയോ വരുന്ന എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് വരണമെങ്കിലും നമുക്ക് സയൻസ് എടുത്തേ പറ്റുള്ളൂ. ബയോ സയൻസ് ഓർ കമ്പ്യൂട്ടർ സയൻസ്. ഇനി അല്ലാത്ത മേഖലകൾ കരിയറിൽ ഒത്തിരി ഇല്ലേ? അവിടത്തേക്കൊക്കെ 62,000-ഓളം വിദ്യാർത്ഥികളാണ് ഈ വർഷം 2025 ഫുൾ A+ കിട്ടിയിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികളൊക്കെ വ്യത്യസ്ത മേഖലകളിലേക്ക്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് മേഖലയുടെ പീക്ക് ലെവലിലേക്ക് എത്താൻ പറ്റുന്നവരല്ലേ ആക്ച്വലി? അതിനുള്ള കഴിവും കപ്പാസിറ്റിയും ആപ്റ്റിറ്റ്യൂഡും അവർക്ക് ഇല്ലെന്ന് ആരാ പറഞ്ഞേ? ഉണ്ട്. അപ്പോൾ അത്തരം വിദ്യാർത്ഥികൾക്കൊക്കെ ഉള്ള സ്ട്രീം കൃത്യമായി കരിക്കുലം വിഭാവനം ചെയ്യുകയും അതിനായിട്ട് സയൻസിനും അതോടൊപ്പം തന്നെ ഹ്യൂമാനിറ്റീസിനും കൊമേഴ്സിനും സ്ട്രീമുകൾ സെറ്റ് ചെയ്യുകയും അതിനുള്ള അധ്യാപകരും സ്കൂളും സംവിധാനങ്ങളും പ്രത്യേകിച്ച് കേരള ഗവൺമെന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ സയൻസ്, മെഡിസിൻ, എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ സയൻസ് എടുത്തേ മതിയാകൂ. അല്ലാത്തവർക്ക് ഏത് സ്ട്രീം എടുത്തും മറ്റുള്ള മേഖലയിലേക്ക് എത്താൻ വേറെ പ്രയാസങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്